നമ്മുടെ ഗൂഗിൾ പേയുടെ പാസ്വേഡ് എങ്ങനെയാണ് മാറ്റുക എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ വലത്ത് സൈഡിൽ മുകളിൽ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ കാണാൻ സാധിക്കും. സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നീട് വരുന്ന സ്ക്രീൻ ഇതുപോലെയാണ്. ഇവിടെ ബാങ്ക് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സെലക്ട് ചെയ്യാം. അപ്പൊ ഇതുപോലെയാണ് വരിക. ഇവിടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് തന്നെ ഫസ്റ്റ് കാണും. ആ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ഫെഡറൽ ബാങ്ക് ആണ് എന്റേത്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തു. പിന്നീട് ഇതുപോലെ ഒരു സ്ക്രീനാണ് വരിക. ഇവിടെ ഫോർഗോട്ട് UPI പിൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്ന് ചേഞ്ച് ചെയ്യുന്നത് നമ്മൾ തന്നെയാണോ എന്ന് ബാങ്കിന് കൺഫേം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് ഈ രണ്ട് ഓപ്ഷനാണ് ഉള്ളത്. ഇവിടെ നമുക്ക് നമ്മുടെ ATM കാർഡ് വെച്ചിട്ടും വെരിഫിക്കേഷൻ നടത്താം, അല്ലെങ്കിൽ ആധാർ കാർഡ് വെച്ചിട്ടും വെരിഫിക്കേഷൻ നടത്താം. അപ്പൊ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് ATM കാർഡാണ്. ATM കാർഡ് സെലക്ട് ചെയ്തതിനു ശേഷം ഒരു ബ്ലൂ ടിക്ക് വരും. നമ്മൾ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ താഴെ കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സെലക്ട് ചെയ്യുക. പിന്നെ വരുന്ന സ്ക്രീൻ ഇതുപോലെയാണ്. ഇവിടെ നമ്മുടെ ATM കാർഡിന്റെ അവസാനത്തെ 6 അക്ക നമ്പർ ഇവിടെ എൻ്റർ ചെയ്യണം. അതുപോലെ തന്നെ എന്നാണ് എക്സ്പയറി ആവുന്നത്, ATM കാർഡ് എന്നാണ് എക്സ്പയറി ആവുന്നത്, അതും ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അത് രണ്ടും എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഈ ആരോ മാർക്ക് ഒരു നീല കളറായിട്ട് മാറും. ആ ആരോ മാർക്കിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. പിന്നീട് വരുന്ന സ്ക്രീൻ ഇതുപോലെയാണ്. ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ കോപ്പി പേസ്റ്റ് ആകുമെന്നാണ് പറയുന്നത്. പക്ഷെ ചിലപ്പോഴേ ആവത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് കോപ്പി പേസ്റ്റ് ആയിട്ടില്ലെങ്കിൽ ഇത് മിനിമൈസ് ചെയ്തിട്ട് മെസ്സേജിൽ പോയി നോക്കി അത് ഇവിടെ വന്ന് എൻ്റർ ചെയ്യേണ്ടി വരും. എനിക്കിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കോപ്പി പേസ്റ്റ് ആവാത്തതുകൊണ്ട് ഞാൻ എൻ്റർ ചെയ്യാനുണ്ടായേ. അത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു ഓപ്ഷനാണ് വരിക. എൻ്റർ 4 ഡിജിറ്റ് കാർഡ് പിൻ. നമ്മുടെ ATM കാർഡിന്റെ പിന്നാണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ ATM കാർഡിന്റെ പിൻ അടിച്ച് കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ പുതിയ ഗൂഗിൾ പേയുടെ പിൻ ഇവിടെ എൻ്റർ ചെയ്യാൻ പറയും. അപ്പൊ നമുക്ക് വേണ്ട പുതിയ പിന്നെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അത് വീണ്ടും കൺഫേം ചെയ്ത് കൊടുക്കണം. അത് കഴിയുമ്പോൾ ഇതുപോലെയാണ് കാണിക്കുക. നമ്മുടെ പാസ്വേഡ് അല്ലെങ്കിൽ പുതിയ പിൻ ഇവിടെ എൻ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ പിന്ന് റീസെറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും എറർ സംഭവിച്ചാൽ, അത് 3 പ്രാവശ്യത്തിൽ കൂടുതൽ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ 24 മണിക്കൂറത്തേക്കിന് നമുക്ക് പിന്ന് റീസെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ പൈസ ട്രാൻസാക്ഷൻ നടത്താൻ പറ്റത്തില്ല. അത് ഇങ്ങോട്ടും വരത്തില്ല, അങ്ങോട്ടും പോകത്തില്ല. അപ്പോൾ പിന്നെ റീസെറ്റ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യണം. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ, അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ.